ഗിരീഷേ, നമുക്കിതിൽ ഈ സാൻഡിൽ ആളുകൾക്ക് എപ്പോഴും സംശയമുണ്ട്. ഈ പി സാൻഡ് എന്ന് കേൾക്കും, പുതിയ പേരാണ് അത്. നമ്മുടെ നാച്ചുറൽ സാൻഡ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തേപ്പ് മണൽ എന്ന് പറയുന്ന സാൻഡ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് എം സാൻഡ് പി സാൻഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് നമ്മുടെ എം സാൻഡിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൈസ് എന്ന് പറയുന്നത് 0.15 mm മുതൽ 4.75 mm വരെയാണ് എം സാൻഡിന്റെ സൈസ് പറയുന്നത്. പി സാൻഡിന്റെ സൈസ് എന്ന് പറയുന്നത് 0.15 mm മുതൽ 2.36 mm വരെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും 2.36 മുതൽ 4.75 വരെയുള്ള കൂടുതൽ സൈസുള്ള മെറ്റീരിയൽ പി സാൻഡിൽ ഇല്ല. അതായത് പി സാൻഡിൽ കുറച്ചും കൂടി ഫൈൻ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഉണ്ടാവുക. 2.36 വരെയുള്ളത് പി സാൻഡ് ഗ്രേഡിൽ വരുള്ളൂ. അതെ, അതാണ്. അതിൽ സൈസ് കൂടുതലുള്ളത് പി സാൻഡിൽ ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക്കിന് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേറൊരു മേജർ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എം സാൻഡിൽ ഉള്ള ഈ മെറ്റീരിയൽസ് അതിൻ്റെ കണ്ടന്റിന്റെ ഗ്രാനുലാർ സൈസ് ആംഗുലാർ ആയിരിക്കും, വളരെ സ്ട്രെങ്ത് കൂടിയതായിരിക്കണം, ആംഗുലാർ ആയിരിക്കണം. പി സാൻഡിലാണെങ്കിൽ അതിൻ്റെ സൈസ് കുറവായിരിക്കും, സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ സ്മൂത്ത് ആവുമെന്ന് പറയുമ്പോൾ തന്നെ പറയാം, അതിൻ്റെ എഡ്ജസ് ഓൾമോസ്റ്റ് റൗണ്ട് ഷേപ്പ്ഡ് ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പി സാൻഡിന് കുറച്ചും കൂടി വർക്കബിലിറ്റി കൂടുതലായിരിക്കും.